അടുത്ത PM സുരേഷ് ബാബു, വക്കീലിൻ്റെ നാട്ടിൽ ശോഭായാത്രയ്ക്ക് നേരെ നടന്ന ആക്രമണം, അതാണ് നേരത്തെ പറഞ്ഞത്. ആ പരിക്കേറ്റ കീർത്തന എന്ന യുവതിയാണ് തത്സമയം പ്രതികരിച്ചത്. അതുമാത്രമല്ല, കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിനടുത്ത് മണ്ണന്തറയിലും CPM പ്രവർത്തകർ ആസൂത്രിതമായി സംഘടിച്ചെത്തി അക്രമം അഴിച്ചുവിട്ടു. അവിടെയും ഈ ഗോപികാ നൃത്തം നടക്കുന്ന സമയത്താണ് CPMമാർ ചീത്ത വിളിക്കുകയും സംഘർഷം ഉണ്ടാക്കുകയും ചെയ്തത്. 5 ബാലഗോകുലം പ്രവർത്തകർക്ക് മർദ്ദനമേറ്റു. ഈ ശോഭായാത്ര കടന്നു പോകുന്ന സമയത്ത് പാർട്ടി കൊടികൾ വീശി പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിലായിരുന്നു CPMകാരുടെ മുദ്രാവാക്യം വിളി. പോലീസിന് ഇതൊക്കെ അറിയാം. പോലീസ് നോക്കുകുത്തിയായി നിന്നു. മാത്രമല്ല, അവിടെ ഒരേ സമയം CPMൻ്റെ ഓണാഘോഷ പരിപാടി നടക്കുന്നു, ശോഭായാത്ര നടത്താൻ അനുമതി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു, എന്തായാലും ഒരു സംഘർഷം ഉണ്ടാവട്ടെ എന്ന് ഒരുപക്ഷെ പിണറായി വിജയൻ്റെ പോലീസും ആഗ്രഹിച്ചു കാണും. വക്കീൽ, എന്താണ് വക്കീലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ ഇടതുമുന്നണിയിലെ ഒരു ഘടകകക്ഷി എന്ന നിലയിൽ ഇതൊക്കെ അനുവദിച്ചു കൊടുക്കാമോ? ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ? ശ്രീ നമ്പ്യാർ, ഞാൻ 2 ശ്രീമതി കീർത്തനയുടെയും തമ്പി അദ്ദേഹത്തിൻ്റെയും പ്രഭാഷണങ്ങൾ അല്ലെങ്കിൽ വിശദീകരണങ്ങൾ ഇവിടെ കേട്ടു. അത് ഒരു ഞങ്ങളുടെ നാടിൻ്റെ ഒരു പ്രത്യേകത എന്ന നിലയിൽ എത്ര മധുരമായിട്ടാണ് ആ കീർത്തന ആ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചത് എന്ന് കേൾവിക്കാർക്ക് മുഴുവൻ മനസ്സിലാകുന്നുണ്ട്. വളരെ ഇൻഡസെൻ്റായിട്ട് യഥാർത്ഥത്തിൽ നടന്നതാണ് എന്ന് ആർക്കും ഒരു കേൾവിയിൽ കേൾക്കാൻ അല്ലെങ്കിൽ വിശ്വസിക്കാൻ കഴിയുന്ന രൂപത്തിലാണ് അവരവിടെ നടന്ന സംഭവങ്ങളൊക്കെ വിശദീകരിച്ചത്. തമ്പി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പിന്നെ പ്രധാനമായും ഒരു വാക്ക് ഈ ശോഭായാത്രയെക്കുറിച്ച് പറയുകയും പിന്നീട് മുഴുവൻ നമ്മുടെ ആഗോള അയ്യപ്പ സംഗമത്തിനെക്കുറിച്ചും അത് എങ്ങനെ അലങ്കോലമാവേണ്ടതുണ്ട് എന്നതിന് ഒരു ആഹ്വാനം നൽകുന്നതുമായിട്ടാണ് കേൾവിക്കാർക്കൊക്കെ മനസ്സിലാകുന്നത്. അഥവാ ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അതുപോട്ടെ, ഈ സംഭവം അതുപോലെ തന്നെ നെരിപ്പറ്റയും ഒക്കെ ഉൾക്കൊള്ളുന്ന സ്ഥലം വളരെ വ്യക്തം. വെർച്വൽ ക്യൂ, അതിന് കറുപ്പ് ധരിക്കണമെന്നേ പറഞ്ഞു. അത് പോട്ടെ, അത് വിശദമായിട്ട് അല്ല, അതൊക്കെ സ്വാഭാവികമായിട്ട് അല്ല. പോട്ടെ, അങ്ങനെ ഞാൻ സമ്മതിച്ചുതരാം, അതൊന്നും പ്രയാസമില്ല. ഞാൻ ഇപ്പോൾ പറഞ്ഞത് കൈവേലിയിലെയും നരിപ്പറ്റയിലെയും ഒക്കെ കാര്യങ്ങൾ അതിൽ നിന്നുമൊക്കെ വ്യത്യസ്തമാണ്. അത് വളരെ വ്യത്യസ്തമാണ്. അവർ ശോഭായാത്ര കീർത്തന പറഞ്ഞതനുസരിച്ച് കേൾക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും വളരെ കാലങ്ങളായിട്ട് നടന്നു വരുന്നതാണ്. കുറേ കാലങ്ങളായിട്ട് 10-20 വർഷങ്ങളായിട്ടാണ് ഇപ്പോൾ ഇത് ഒരു പ്രതിഭാസമായിട്ട് വളർന്നു വന്നിട്ടുള്ളത്. അത് കേരളം മൊത്തത്തിലുണ്ട്, എല്ലായിടങ്ങളിലും ശോഭായാത്ര എന്ന് പറയുന്നത് കൊച്ചു കുഞ്ഞുങ്ങളടക്കം വീട്ടമ്മമാരടക്കം രക്ഷിതാക്കന്മാരടക്കം അതൊരു ഉത്സവമായി ഉദ്ഘോഷമായി ആരാധനയായി ഒക്കെ കൊണ്ടു നടക്കുകയാണ്. അവരിൽ വലിയ ആവേശം ഉണ്ടാക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾ വേഷമണിഞ്ഞ് ഗോപികയുടെ വേഷമണിഞ്ഞും അതുപോലെയുള്ള എല്ലാ ശ്രീകൃഷ്ണ ഭഗവാന്റെ വേഷങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ട് വരുമ്പോൾ മാതാപിതാക്കൾക്കുണ്ടാകുന്ന സന്തോഷം, അതിൽ പങ്കെടുക്കുന്ന കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ആവേശം, ഇതൊക്കെ കാണുമ്പോൾ കേരളീയ പൊതുസമൂഹം അതിനോട് ആവേശത്തോടു കൂടി പ്രതികരിക്കുന്നുണ്ട്. ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ വർഷം കുറച്ച് കൂടുതൽ പങ്കാളിത്തമുണ്ടായി എന്ന് കീർത്തന പറയുന്നത് ഒരു പക്ഷേ സത്യമായിരിക്കാം. അത് ഒരു പക്ഷേ അതിനോട് വിരോധമുള്ള ഒരു കൂട്ടർക്ക് അസ്വാരസ്യവും ഉണ്ടാക്കിയിരിക്കാം. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ഉണ്ടായ ഒരു പ്രകോപനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ നടന്നിട്ടുള്ളത്. കേരളത്തിൽ ഒരിക്കലും അത് നടക്കാൻ പാടില്ല. എൻ്റെ നാട്ടിൽ ഒരിക്കലും നടക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അതൊരു സാംസ്കാരിക പ്രതിഭയുള്ള ഒരു പ്രദേശമാണ്, പ്രത്യേകിച്ച് വടകര ഇപ്പോൾ കുറച്ച് കമ്മ്യൂണലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിന് മറ്റ് പല കാരണങ്ങളുമുണ്ട്, അത് വേറെ കാര്യം. ഞാനിതിപ്പോൾ ഇവിടെ സൂചിപ്പിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല. ഇവിടെ വിശ്വാസഭാഗമായിട്ട് മാത്രമായിട്ടാണ് അതിനെ നമ്മൾ കാണുന്നതെങ്കിൽ പോലും അതിലുപരിയായും കാണുന്ന ആളുകൾ അവിടെയുണ്ട്, നമ്മുടെ കേരളത്തിലുണ്ട്. കാരണം കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്ന സമയത്ത് ആ വളർത്തുന്ന കുട്ടികൾക്ക് കൊടുക്കേണ്ടുന്ന ഇൻപുട്സിനെ കുറിച്ച് ഇപ്പോഴത്തെ
ലിറ്ററേറ്റ് ആയിട്ടുള്ള പേരൻസ് ആണ് ഇപ്പോൾ. പണ്ടത്തെ ഉള്ളത് പല പേരൻസും ഇല്ലിറ്ററേറ്റ് ആയിരുന്നു. ഇപ്പം ലിറ്ററേറ്റ് ആയിട്ടുള്ള പേരൻസ് ആണ് ചെറിയ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കന്മാർ. അവർ ഇതിൽ പങ്കാളികളാകുമ്പോൾ സ്വാഭാവികമായും തങ്ങളുടെ കൂടെ നിന്ന് ഇന്നലെ വരെ കൂടെ നിന്നിരുന്ന ആളുകളുടെ വീടുകളിൽ നിന്നൊക്കെ ഈ ശോഭായാത്രയിൽ പങ്കെടുക്കുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇറിറ്റേഷൻ്റെ ഭാഗമായി ഈ അവിടെ CPM-ൻ്റെ ഭാഗത്തു നിന്നായാലും വേറെ ഏതെങ്കിലും ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്നായാലും ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അതിനെ അംഗീകരിക്കുന്ന ഒരു മനസ്സുള്ള വ്യക്തിയല്ല ഞാൻ. അതിനോട് ഒരു കാരണവശാലും ആ കൂട്ടത്തിൽ പറയാൻ പാടില്ലാത്തതാണ്. ശ്രീ ഗോവിന്ദമാഷൊക്കെ പറഞ്ഞിരിക്കുന്നത് വിശ്വാസികളുടെ ഭാഗത്ത് തന്നെയാണ് ഞങ്ങൾ എന്ന് പറയുന്നത്. അത് ദൈവവിശ്വാസത്തിൻ്റെയും ഭാഗം തന്നെയാണ്. അതിനൊന്നും സംശയിക്കേണ്ടതൊരു കാര്യമൊന്നുമില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു പേരിൻ്റെ അടിസ്ഥാനത്തിൽ പോലും ഹിന്ദുവായി അംഗീകരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് വളരെ ആഴത്തിൽ വരുന്ന വാക്കുകളാണത്, വളരെ ആഴത്തിലാണ്. അതാണ് അവിടെ ചില സംസ്കാരത്തിൻ്റെ ഭാഗമായി ഹിന്ദു ആര് എന്ന് നിർവചിക്കുന്ന പഴയ കാലഘട്ടങ്ങളിലേക്കൊക്കെ എത്തുന്നതാണ്. അതിനോട് വിയോജിപ്പുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഇവിടെ കാണിച്ച കൂത്തുപറമ്പിലായാലും കൈവേലിയിലായാലും കാണിക്കപ്പെട്ടിട്ടുള്ള അതിക്രമങ്ങൾ ഒരു കാരണവശാലും കേരളത്തിൻ്റെ പൊതുസമൂഹത്വം അംഗീകരിക്കുന്നതല്ല. അത് അംഗീകരിക്കാൻ പാടില്ല. ഒപ്പം തന്നെ അതിനോട് കർശനമായ നിയന്ത്രണങ്ങളും കർശനമായ നടപടികളും ഉണ്ടാകണം. ഇപ്പോൾ ഇതൊരു പാർട്ടിയുടെ തീരുമാനമോ പാർട്ടിയുടെ ഭാഗമോ ആണ് എന്ന് കണക്കാക്കാൻ നിവൃത്തിയില്ല. കാരണം ഒരു 10,000-കണക്കിന് ശോഭായാത്രകൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഇന്നലെ 10,000-കണക്കിന് ശോഭായാത്രകൾ നടന്നിട്ടുണ്ട്. നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയത് 2 ഇടത്താണ്. 2 ഇടത്തുള്ള മിസ്ക്രിയൻസ്, അവരുടെ പൊളിറ്റിക്കൽ അലീജിയൻസ് ഒരു പക്ഷേ CPM-ഓടായിരിക്കാം. അത് വെച്ചുകൊണ്ട് CPM ആണ് ഇതിനെ ചെയ്യുന്നത് എന്ന ഒരു വ്യാഖ്യാനത്തിലേക്ക് പോകാൻ നമുക്ക് പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോ കൈവേലിയിൽ കുറ്റ്യാടി കൈവേലി ഇങ്ങനെ ഒരു സംഭവം നടന്നു, ഒരു അനിഷ്ട സംഭവം നടന്നു. CPM-ന്റെ കോഴിക്കോട് ജില്ലാ നേതൃത്വം ഒന്നുകിൽ ഇതിനെ അപലപിക്കണമായിരുന്നു, ഇല്ലെങ്കിൽ ഈ അക്രമികൾ CPM-ന്റെ ഭാഗമല്ല എന്ന് എങ്കിലും ഒരു പ്രസ്താവന ഇറക്കേണ്ടതായിരുന്നില്ലേ? അതിനെ CPM-ന്റെ ജില്ലാ നേതൃത്വം CPM ആണ് എന്ന് കുറ്റപ്പെടുത്തപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ജില്ലാ നേതൃത്വം അതിനെ അപലപിക്കുകയും ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുള്ള ആളുകളോട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന് പറയുകയും ചെയ്യേണ്ടത് തന്നെയാണ്. അത് അങ്ങനെ ചെയ്യുന്നത് ഒരു കുറവൊന്നുമല്ല. അങ്ങനെ ചെയ്യുന്നത് ആണ് ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടിക്കുള്ള യശസ് വർദ്ധിപ്പിക്കാനേ സഹായിക്കുള്ളൂ എന്ന വിശ്വാസക്കാരനാണ് ഞാൻ. അതുകൊണ്ട് ഇതൊരു പാർട്ടിയുടെ മൊത്തം ഭാഗമായി കണക്കാക്കാതെ ഈ കാര്യത്തിൽ നമുക്ക് നടപടികളിലേക്ക് നീങ്ങുക. അത്തരം കാര്യങ്ങളിൽ ഞാൻ കീർത്തനയുടെ വാക്കുകൾ മുഴുവൻ കേട്ടു. അത് വളരെ ഇന്നസെൻ്റ് ആയിട്ടാണ് അവർ യഥാർത്ഥത്തിൽ നടന്ന സംഭവം ഇന്നതാണെന്ന് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലാണ് അവരത് പറഞ്ഞിട്ടുള്ളത്. അതിലൊരു മായവും ഉള്ളതായിട്ട് വർത്തമാനത്തിൽ എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ഒരു മായമുണ്ടാവാനുള്ള സാഹചര്യം ആ പ്രദേശത്തുകാരിൽ ആർക്കും ഉണ്ടാവുകയുമില്ല. പ്രദേശത്ത് നന്നായി ഒട്ടുമുക്കാലും ഒരു 70% കുടുംബങ്ങളെയും നേരിട്ടറിയുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അവിടെ ഇപ്പോഴും അതിനൊന്നും കൗണ്ടർ പ്രയാസങ്ങളൊന്നും അവിടെ ഉണ്ടാവുകയില്ല. അവരെ യോജിച്ച് തന്നെ മുന്നോട്ട് പോകും. എന്നാലും ഈ തെറ്റുകാർക്കും കുറ്റക്കാർക്കും നിയമത്തിൻ്റെ മുമ്പിൽ ശിക്ഷ വാങ്ങിക്കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ സുവ്യക്തമായ അഭിപ്രായം.